പേര് ഷഹർബാൻ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ടും കുൽഫിയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കേക്കാണ്. മൈദ 1 കപ്പ്, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ഏലക്കപ്പൊടി, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, മിൽക്ക് പൗഡർ 1 ടീസ്പൂൺ. ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത മിക്സിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 5 എഗ്ഗ്, ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് എസൻസ് ഒഴിക്കുന്നുണ്ട്, വാനില എസൻസ്. ഇതിലേക്ക് നമ്മൾ പിസ്ത എസൻസ് 1 ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണിത്. ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര 1 കപ്പ് പൊടിച്ചത് 10 മിനിറ്റ് ബീറ്റ് ചെയ്ത എഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച ബാറ്റർ നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് വേവിക്കാനായി ഓവനിലേക്ക് വെക്കുക. അടുത്തത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ഇളനീരിൻ്റെ വെള്ളമാണ്, കരിക്കിൻ്റെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 കപ്പ് ഇളനീർ വെള്ളം, 6 സ്പൂണ് പഞ്ചസാര ഇടണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു 3 സ്പൂണ് മിൽക്ക് മേഡാണ് ഒഴിക്കുന്നത്. ഒരു നുള്ള് ഏലക്ക പൗഡർ, നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതേ പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് പാല് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. ഈ മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒരു 4 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. 4 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഇട്ട് മിക്സ് ചെയ്ത പാലിലേക്ക് ഒരു 3 സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഒരു നുള്ള് ഏലക്കപ്പൊടി നമ്മൾ ഈ മിക്സിലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കടുത്ത് വേവിക്കാൻ വെച്ചിരിക്കുന്ന പാല് അതിലേക്കും ഒരു 3 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, കുറച്ച് ഏലക്കപ്പൊടി. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഈ പാലിലേക്ക് ചേർത്ത് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം അത് പെട്ടെന്ന് കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ കുൽഫി കേക്കിനുള്ള മിക്സാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് നന്നായിട്ട് കുറുകി വരുമ്പോൾ, അതായത് ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോൾ അത് ഓഫ് ചെയ്ത് അതും ചൂടാറാൻ വെക്കുക. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുൽഫിയും ടെൻഡർ കോക്കനട്ടും മിക്സഡ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയത് കുൽഫിയുടെ മിക്സാണ്. അപ്പോൾ ഇത് നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ മിക്സാണ് വെച്ചിട്ടുള്ളത്. ഇത് ഇളനീരും മിൽക്ക് മേഡും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുള്ളതാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കോക്കനട്ട് ആണെന്ന് തോന്നുന്നു. ടെൻഡർ കോക്കനട്ട് കുൽഫി. കേക്ക് നല്ല ഗംഭീരമായിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ടല്ലോ. സെറ്റായിട്ട് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അകത്ത് പാകത്തിന് എത്ര ടെമ്പറേച്ചറിലാണ് എടുത്തത്? 130 ചെയ്തത്. എത്ര സമയം? നമ്മള് സാധാ ഓവനിൽ 30 മിനിറ്റിനാണ്, 30 മിനിറ്റ് ലെവലിലാണ് വെച്ചിരുന്നത്. 30 മിനിറ്റ് വെച്ചപ്പോൾ ഓവറായിട്ട് ഇങ്ങനെ ബ്രൗൺ ആയി വന്ന് കണ്ടു. അപ്പോൾ ഒന്നും കൂടി കുറച്ച് കൊടുത്തു. ഇപ്പൊ അതിങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഉള്ളൊക്കെ നോക്കുക. ഇതിപ്പോ കുൽഫി അപ്പൊ ഇവിടെ ഫില്ലിങ്സ് എന്തൊക്കെ ചേർത്തു? ഇത് നമ്മളെ കസ്റ്റേർഡ് പൗഡർ, മിൽക്ക്, കസ്റ്റേർഡ് പൗഡർ, പിന്നെ ഏലക്കപ്പൊടി, പിന്നെ ഷുഗർ, മിൽക്ക് മെയ്ഡ്. ഗുഡ്. അതായി കോക്കനട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. മിൽക്ക് മേഡും ടെൻഡർ കോക്കനട്ടും കൂടി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ. വൈറ്റ് ചോക്ലേറ്റ് ഇസ് ഹിയർ. അത് കറക്റ്റ്. ടൈമർ സെറ്റ് 170 ആണല്ലോ കാണിക്കുന്നത്.
ഓക്കെ. വെന്തിട്ടില്ല, എന്നിട്ട് അകം വന്നിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യണം ഇനി. അതിങ്ങനെ ബബിള് പോലെ. ഓക്കെ, മനസ്സിലായി. ഇനി അത് ഇടയ്ക്കിടയ്ക്ക് തുറക്കും അടയ്ക്കുകയും ചെയ്താലും അത് ഫ്ലാറ്റ് ആവും ചിലപ്പോൾ. പിന്നെ അതിൻ്റെ മേളിലൊരു വേണമെങ്കിൽ ഒരു ചെറിയ ബട്ടർ പേപ്പർ ഇട്ടിട്ട് കുറച്ചുകൂടെ ലോ ടെമ്പറേച്ചറിൽ കുറച്ച് നേരം കൂടെ താഴേന്ന് ഹീറ്റ് കൊടുക്കും. മുകളിലത്തെ കോയിൽ ഓഫ് ചെയ്തിട്ട് ബോട്ടം കോയിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. എന്തായി? ഓക്കെ, ചൂടായതുകൊണ്ട് അല്ല, വെന്തു. ഭയങ്കര സോഫ്റ്റ്. അത്ര സോഫ്റ്റ് പ്ലാനിലില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. കുൽഫിക്കൊക്കെ 2 രൂപ ആയതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ചാലും കൂടുതൽ സോഫ്റ്റായി കിട്ടി. അത് കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഇത് ചൂടോടുകൂടി കട്ട് ചെയ്യാൻ നോക്കുന്നതുകൊണ്ടാണ് അത് പൊടിയാനുള്ള ചാൻസസ്. കുറച്ച് നേരം ഒന്ന് ചില്ലറിൽ വെച്ചിട്ട് ചെയ്താൽ, ആ ചൂടൊന്ന് മാറ്റിയിട്ട് ചെയ്താൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ചെറിയൊരു പൊടി അത് നടക്കുള്ളൂ. കൂളാക്കണം. സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 3 ലെയറായിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആദ്യം കുറച്ച് ക്രീം ബോട്ടിൽ തേച്ചിട്ട് നമ്മൾ കേക്ക് ഒരു ലെയർ സ്പഞ്ച് വെക്കുക. ടെൻഡർ കോക്കനട്ടിൻ്റെ ഷുഗർ സിറപ്പ് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്രീം കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുൽഫി മിക്സ്, ഒരു സൈഡ് കുൽഫി മിക്സും മറ്റേ ഭാഗത്ത് നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ പേസ്റ്റും. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അടുത്ത ലെയർ വെക്കാം. കരിക്ക് പിന്നെ ഏറ്റവും മുകളിലത്തെ ലെയർ വെച്ച് നമുക്ക് കേക്കിനെ ഫില്ല് ചെയ്യാം. നമുക്ക് സ്പാച്ചില കൊണ്ട് കേക്കിനൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയൊരു നോസിൽ വർക്ക് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ഇവിടെ മിഠായി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അലങ്കരിച്ചു കൊടുക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കുൽഫിയും ടെൻഡർ കോക്കനട്ടും മിക്സ് ആയിട്ടുള്ളൊരു കേക്കാണ്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.